ഹലോ ഗൈസ്, ഇന്നപ്പോൾ കൺമണി വീട്ടിലില്ലാത്ത കാരണം ആകെ ഒരു ബോറടിയായിരുന്നു. അപ്പോൾ ഞാൻ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വീടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് അങ്ങനെ നല്ല വെയിലൊക്കെ ഉണ്ട്, നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വീടൊക്കെ ഒന്ന് നോക്കി, നമ്മുടെ റോസൊക്കെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ നല്ല തെങ്ങ്, നല്ല നീലാകാശം, ചുവന്ന ചെമ്പരത്തി, നമ്മുടെ 10 മണി മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി, ചിത്രശലഭം ഇരുന്ന് കാറ്റ് കൊള്ളുന്നുണ്ട്, തുമ്പ് റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഇവർക്കൊക്കെ റെസ്റ്റ് വേണമല്ലോ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ റോസേൻ്റെ കമ്പൊക്കെ ഉണങ്ങിയതൊക്കെ വെട്ടി റെഡിയാക്കി കൊടുക്കുകയാണ് പുതിയ മുട്ടിട്ട് വരാനായിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്തതെന്ന് നോക്കിയപ്പോൾ നമ്മുടെ റോസേൻ്റെ ചുവട്ടിൽ കുറച്ച് മുളക് തൈ നിൽപ്പുണ്ട്, ഒരു 3 മുളക് തൈ നിൽപ്പുണ്ട്. അപ്പോൾ അതൊന്ന് പറിച്ച് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കളയുമ്പോൾ മുളകുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ആയുധപ്പുരയിൽ നിന്ന് കുലശ്ശേരിയൊക്കെ എടുത്ത് അത് മുളക് തൈയും കയ്യിലെടുത്ത് നമ്മൾ പോവുകയാണ്. ചെടിച്ചട്ടി വേണം. അപ്പോൾ 3 ചെടിച്ചട്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിനകത്തേക്ക് മുളകും തൈ സെറ്റ് ചെയ്യണം. അപ്പോൾ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. മണ്ണൊക്കെ ഒന്ന് ഇളക്കി കുലശ്ശേരിക്ക് റെഡി സെറ്റാക്കി വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ മുളക് എന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. നല്ല വളമുള്ള മണ്ണാണ്. നേരത്തെ നമ്മൾ മുളക് തൈ തട്ട മണ്ണാണിത്. അപ്പോൾ ഏകദേശം പിടിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആകെ വാടി, ഞാൻ പറിച്ച് വെച്ചപ്പോഴത്തേക്കും വാടി ഇതായിട്ട് നിൽക്കുവാണ്. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് ഇനി നമുക്ക് വേറെ സ്ഥലത്തോട്ടൊന്ന് മാറ്റി വെച്ച്, വേറെ 2 മുളക് തൈ ഉണ്ടായിരുന്നു, അത് ഉണങ്ങി നിൽക്കുകയായിരുന്നു. ചെടിയാണത്, വലുതായിട്ടുണ്ട്. അപ്പോൾ അതിനും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത്, പിന്നെ കുറച്ച് ക്ഷീണമായി കരിക്കും മുറിക്കാമെന്ന് പറഞ്ഞിട്ട് വാക്കത്തിയൊക്കെ മൂർച്ചയാക്കി 2 കരിക്കെടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് വെട്ടി ഒന്ന് വെള്ളം കുടിച്ചാൽ കുറച്ച് ആശ്വാസം ഉണ്ടാവും. അപ്പോൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് കുത്തി പൊട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആസ്വദിച്ച് അങ്ങോട്ട് കുടിക്കും. നല്ല ടേസ്റ്റോടെയൊക്കെ കുടിച്ച് നമ്മളത് വെട്ടി അതിനകത്തെ സാധനങ്ങൾ തിന്നാനുള്ള പരിപാടിയാണ്. കരിക്ക് വെട്ടിക്കഴിഞ്ഞപ്പോഴാണ് ദേ കിടക്കുന്നത്. ആകെ അഴുക്കായിട്ടുള്ള കരിക്കായിരുന്നു. എനിക്ക് നൈസായിട്ട് പണി